കാലത്തിനും കാലാവസ്ഥയ്ക്കും പിടികൊടുക്കാതെ ആയിരത്തിലധികം വർഷങ്ങളായി തലയുയർത്തി നിൽക്കുന്ന നിർമ്മിതി. കരിങ്കല്ലിൽ പണിതുയർത്തിയ നിർമ്മാണ വിസ്മയം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുകയാണ്. മനുഷ്യസാധ്യമാണോ ഇത്തരമൊരു നിർമ്മിതി എന്ന സംശയത്തിൽ മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. തിരുവിടയാർ കോവിലിൽ നിന്നും രാജരാജേശ്വരം കോവിൽ എന്നുമെല്ലാം വിശ്വാസികൾ വിളിക്കുന്ന ഈ ഇടത്തിന് ഒരു വിശ്വാസ കേന്ദ്രം എന്നതിലുപരിയായി ഒരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. ലോകത്തെ ഏറ്റവും മഹത്തായ നിർമ്മിതികളിലൊന്നായി വാഴ്ത്തിപ്പാടുന്ന ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൗതുകകരമായ വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 22-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും വികസിച്ച കാലത്ത് ജീവിക്കുന്ന നമുക്ക് പോലും ഒരത്ഭുതമാണ് ബൃഹദീശ്വര ക്ഷേത്രം. സങ്കീർണമായ ക്ഷേത്ര നിർമ്മാണ രീതികൾ. അതുകൊണ്ട് തന്നെ പഴയകാലത്ത് ജീവിച്ചിരുന്നവരിൽ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നത് ഇത് മനുഷ്യനിർമ്മിതമല്ല എന്നാണ്. അതായത് അന്യഗ്രഹ ജീവികളാണ് ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് അവർ വിശ്വസിച്ചു പോരുന്നത്. കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചൻ എന്ന ശില്പിയുടെ നേതൃത്വത്തിൽ AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയാക്കുവാൻ സാധിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ചോള രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്ന രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ചോള വാസ്തുവിദ്യയുടെ മാത്രമല്ല, ഇന്ത്യൻ നിർമ്മാണ ശൈലിയുടെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണിത്. പൂർണ്ണമായും കരിങ്കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആകാശത്തോട് ചേർന്നുയർന്നു നിൽക്കുന്ന ഗോപുരം മുതൽ ലളിതമെന്ന് തോന്നിയേക്കാവുന്ന ഒരു ചെറിയ കൊത്തുപണി വരെ കരിങ്കല്ലിലാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. 1,30,000 ടൺ കരിങ്കല്ലാണ് ഈ ഒരു ക്ഷേത്രം പണിയാനായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കരിങ്കല്ലുകൾ എവിടെ നിന്നു വന്നു എന്ന ചോദ്യത്തിനുത്തരം ഇനിയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം തഞ്ചാവൂരിന് 50 കിലോമീറ്റർ ചുറ്റളവിൽ ഒരിടത്തും ഇങ്ങനെയൊരു കരിങ്കൽ ശേഖരം കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഇത്രയും കരിങ്കല്ല് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിനുത്തരം തേടുമ്പോൾ എങ്ങനെ അതിവിടെ എത്തിച്ചു എന്നതിനും ഉത്തരം ആവശ്യമാണ്. ക്ഷേത്ര നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ കരിങ്കല്ലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പ്രത്യേക മിശ്രിതങ്ങളോ മറ്റോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. പകരം അക്കാലത്തെ രീതിയായി പ്രത്യേക രീതിയിൽ കല്ലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേക തരമൊരു ഇന്റർലോക്കിംഗ് ടെക്നിക്കായാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു സഹസ്രാബ്ദവും 6 ഭൂകമ്പങ്ങളും അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്ന ഇതിന്റെ മഹത്വം ഒന്ന് വേറെ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രഗോപുരവും തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിന് സ്വന്തമാണ്. 66 മീറ്റർ അഥവാ 216 അടിയാണ് ഇതിന്റെ ഉയരം. 6 നിലകളിലായി ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ നിർമ്മിതിയിൽ ഏറെ അതിശയിപ്പിക്കുന്ന ഒന്ന് ഇവിടുത്തെ ക്ഷേത്രഗോപുരത്തിനു മുകളിലെ മകുടമാണ്. ഏകദേശം 80 ടൺ ഭാരമുണ്ട് കരിങ്കല്ലിൽ തീർത്ത ഈ മകുടത്തിനെന്നാണ് പറയപ്പെടുന്നത്. ഇത് എങ്ങനെ അക്കാലത്ത് അത്രയും ഉയരത്തിലുള്ള ഗോപുരത്തിന് മുകളിൽ കയറ്റി എന്നത് ഇന്നും വിസ്മയിപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ മുകളിൽ എത്തുന്നതിന് അവിടെ കരിങ്കല്ല് സ്ഥാപിക്കുന്നതിനുമായി ഏകദേശം 8 കിലോമീറ്റർ വരെ നീളമുള്ള ചെരിവുകൾ അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവിടെ ക്ഷേത്ര ഗൈഡുകൾ സന്ദർശകർക്ക് വിവരിച്ചു നൽകാറുണ്ട്. എന്നാൽ ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നും തന്നെയില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. 13 അടി ഉയരമാണ് ഈ ശിവലിംഗത്തിനുള്ളത്. ശ്രീകോവിലിന്റെ 2 നിലകളുടെ ഉയരം ഈ ഒരൊറ്റ പ്രതിഷ്ഠയ്ക്ക് മാത്രമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏകശിലാലിംഗ ശില്പങ്ങളിൽ ഒന്നുകൂടിയാണിത്. കരുവാരൈ എന്ന് വിളിക്കുന്ന ഗർഭഗൃഹത്തിലാണ് ഈ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്. ഏറ്റവും ഉള്ളിലുള്ള ഈ അറയിൽ പുരോഹിതർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. തഞ്ചാവൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത ക്ഷേത്രത്തിന്റെ നിഴൽ നിലത്ത് പതിയില്ല എന്നതാണ്. ഉച്ച സമയത്തുള്ള നിഴലാണ് താഴെ വീഴാത്തത്. വർഷത്തിൽ ഏതു ദിവസമായാലും ഉച്ച നേരത്ത് ഇവിടുത്തെ നിഴൽ നിലത്ത് വീഴില്ല എന്നാണ് വിശ്വാസം. തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിന് പുറത്തുള്ള നന്ദി വിഗ്രഹങ്ങൾ. പെരുവിടയാർ കോവിലിലെ ഗോപുരത്തിന് സമീപം കൂറ്റനൊരു നന്ദി വിഗ്രഹം കാണാം. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ ഭീമാകാരമായ പ്രതിമ. മുഖമണ്ഡപത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഈയൊരു പ്രതിമയ്ക്ക് ഏകദേശം 25 ടൺ ഭാരമുണ്ട്. ഏകദേശം 2 മീറ്റർ ഉയരവും 6 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുള്ളതാണിത്. ഏകശിലാരൂപത്തിലുള്ള ഏറ്റവും വലിയ നന്ദി പ്രതിമ കൂടെയാണിത്. നിർമ്മിതിയിലൊരു വിസ്മയമായ ബൃഹദീശ്വര ക്ഷേത്രത്തിന് ചില രഹസ്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് ക്ഷേത്രത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്കുള്ള രഹസ്യ ഭൂഗർഭ പാതകൾ. ഈ രഹസ്യ തുരങ്കങ്ങൾ രാജരാജ ചോളന്റെ കൊട്ടാരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും സമീപത്തെ മറ്റ് ചരിത്ര സ്ഥലങ്ങളിലേക്കും നയിക്കുന്നു. ചോളരാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിർമ്മാണ സമയത്ത് രഹസ്യപാതകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജാക്കന്മാർ, രാജ്ഞിമാർ, മുനിമാർ, സൈനികർ തുടങ്ങിയവരും ഈ നിഗൂഢമായ ഭൂഗർഭ പാതകൾ ഉപയോഗിച്ചിരുന്നു. തൈപ്പൂയ മഹോത്സവം, അതുപോലെ തന്നെ മഹാശിവരാത്രി തുടങ്ങിയ ഉത്സവങ്ങളിൽ ഈ രഹസ്യപാതകൾ രാജകുടുംബത്തിന്റെ സുഗമമായ സഞ്ചാരം ഉറപ്പാക്കിയിരുന്നുവത്രേ. ചില വഴികൾ ശുദ്ധജല സ്രോതസ്സിലേക്കും നയിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇതിലേക്കൊന്നും തന്നെ പ്രവേശനം അനുവദിക്കാറില്ല. കയറിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴി കണ്ടെത്തുക അസാധ്യമായതിനാലാണ് പ്രവേശനം തടഞ്ഞു വെച്ചിരിക്കുന്നത്.
തഞ്ചാവൂർ ക്ഷേത്രത്തിന് കേരളവുമായി ഒരു ചെറിയ ബന്ധമുണ്ട്. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ഒരു ഗോപുരത്തിന്റെ പേരെന്ന് പറയുന്നത് കേരളാന്തകൻ തിരുവാസൽ എന്നാണ്. ഈ ഒരു ഗോപുരം നിർമ്മിക്കപ്പെട്ടതിനും അതിനിത്തരത്തിലൊരു പേര് വരാനും ചരിത്രപരമായിട്ടൊരു കാരണമുണ്ട്. കേരള നാട്ടുരാജാവായിരുന്ന ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണത്രേ ഈ ഒരു ഗോപുരം നിർമ്മിച്ചത്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന വംശത്തിലെ രാജാവായിരുന്നു ഭാസ്കര രവിവർമ്മ എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. വലിയ ക്ഷേത്രം എന്നറിയപ്പെടുന്ന രാജരാജേശ്വരം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തിന് മുന്നിൽ രണ്ടാമത്തെ കവാടമായിട്ടാണ് കേരളാന്തകൻ തിരുവാസൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തെ തോൽപ്പിച്ചു എന്നതിനർത്ഥമില്ല. അന്നത്തെ നാട്ടുരാജ്യങ്ങളിലൊന്നുമായി യുദ്ധം ജയിച്ചതിന്റെ സ്മാരകമായിട്ടാണ് ഈയൊരു ഗോപുരം നിലനിൽക്കുന്നത്. സംഗീത സാന്ദ്രമാണ് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ഉൾവശം മുഴുവൻ. ചെന്നു കാണുന്ന ആരെയും നിർമ്മാണ ചാരുതയുടെ വശ്യതയിൽ തളച്ചിടാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ഓരോ ചുമരുകൾക്കും കല്ലുകൾക്കും. ക്ഷേത്രത്തെ വലം വെച്ച് തിരിച്ചു വരാൻ നമുക്ക് വെറും നിമിഷങ്ങൾ മാത്രം മതി. പക്ഷേ 6 വർഷത്തിനു മുകളിലെടുത്ത് പൂർത്തിയാക്കിയ ഈ ക്ഷേത്രത്തെ ശരിക്കൊന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിനം തന്നെ നമുക്ക് പോരാതെ വരും എന്നുള്ളതാണ് സത്യം.